നമസ്കാരം. ശബരിമലയിൽ ഈ മണ്ഡലകാലത്തെത്തിയ ഭക്തരുടെ എണ്ണത്തിലും വരുമാനത്തിലും വൻ കുറവുണ്ടായതായി ദേവസ്വം ബോർഡിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ചൊവ്വാഴ്ച വരെ, അതായത് 39 ദിവസത്തിൽ 30 ലക്ഷത്തിലേറെ തീർത്ഥാടകരാണ് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ മണ്ഡലകാലത്ത് ഇത്രയും ദിവസം കൊണ്ട് 68 ലക്ഷം പേരാണ് വന്നതെന്നും അതിനപ്പുറം പറയുന്ന കോടികളുടെ കണക്ക് പെരുപ്പിച്ചു കാട്ടിയതാണെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ പ്രതികരിച്ചു. ഈ കണക്കനുസരിച്ചും മുൻ വർഷത്തിന്റെ പകുതി തീർത്ഥാടകർ പോലും ഇത്തവണ എത്തിയില്ല എന്നാണ് വ്യക്തമാവുന്നത്. ആകെ വരുമാനം കഴിഞ്ഞ വർഷം 39 ദിവസം കൊണ്ട് 164.03 കോടിയായിരുന്നുവെങ്കിൽ ഇത്തവണ 105.11 കോടിയാണ്. കുറവ് 58.92 കോടി. ചില്ലറ എണ്ണി തീർക്കാനുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. പ്രധാന വരുമാന മാർഗങ്ങളായ കാണിക്ക ഇനത്തിൽ 42.33, അരവണ വിൽപ്പനയിൽ 40.9, അപ്പം വിൽപ്പനയിൽ 3.8 ഇങ്ങനെയാണ് വരവുകൾ. മുൻ വർഷങ്ങളിൽ 59.69, 70.68 എന്നിങ്ങനെയായിരുന്നു വരവുകൾ. ഇത്തവണ കാണിക്കയിൽ 17.36 കോടിയുടെയും അരവണയിൽ 29.69 കോടിയുടെയും കുറവുകളാണ് ഉണ്ടായിരിക്കുന്നത്. പോലീസിനെ ഉപയോഗിച്ച് പരമാവധി ശ്രമിച്ചാലും 1 മിനിറ്റിൽ 100 പേരെ വരെ മാത്രമേ കടത്തിവിടാനാവൂ എന്നും ദിവസവും 20 മണിക്കൂർ കണക്കിൽ മണ്ഡലകാലത്തെ 41 ദിവസത്തിനുള്ളിൽ 72 ലക്ഷം ഭക്തർക്ക് മാത്രമേ പടി ചവിട്ടാനാവൂ എന്നുമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കുന്ന കണക്കുകൾ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കാണിക്ക വരുമാനത്തിൽ വൻ ഇടിവ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇത് സാമ്പത്തിക പ്രതിസന്ധികളിൽ ആശങ്കയോടെ നോക്കിക്കാണുന്നതിനിടയിൽ വൻ പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും ഭക്തരെ അകറ്റി നിർത്തിയെങ്കിലും ശബരിമല നടവരവിൽ റെക്കോർഡ് വരുമാനം ഉണ്ടാകും എന്ന പ്രതീക്ഷയോടെയായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ. ശബരിമലയിൽ മണ്ഡലകാല തീർത്ഥാടനത്തിന് നട തുറന്ന് 1 മാസത്തെ നടവരവിൽ കഴിഞ്ഞ വർഷത്തിനേക്കാൾ 51 കോടി രൂപയുടെ കുറവാണ് ആദ്യം അദ്ദേഹം രേഖപ്പെടുത്തിയതായി വ്യക്തമാക്കിയത്. കാണിക്ക വരുമാനം കുറഞ്ഞതിനു പുറമെ അപ്പം, അരവണ വിൽപ്പന കുറഞ്ഞതായും വരുമാനത്തെ ബാധിച്ചിരുന്നു. മറ്റ് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലും വരുമാനത്തിൽ ക്രമാതീതമായ കുറവുകളാണ് ഉണ്ടായിരുന്നത്. തീർത്ഥാടകരുടെ എണ്ണത്തിൽ ക്രമേണ വർധനവ് ഉണ്ടായിരുന്നു. ക്രമേണ വരുമാനത്തിലും ഈ വർധനവ് ഉണ്ടാകുമെന്ന് അദ്ദേഹം കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ പ്രതീക്ഷ പ്രകടിപ്പിച്ചു സംസാരിച്ചതാണ്. ശബരിമല രാഷ്ട്രീയമായ ഭീതിപ്പെടുത്തലും പ്രശ്നങ്ങളും ഭക്തരുടെ എണ്ണം കുറയാൻ കാരണമായിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു. യുവതികൾ ശബരിമലയിൽ ദർശനത്തിനായി വരരുത് എന്ന നിലപാടാണ് തനിക്ക് മുൻപും ഇപ്പോഴും ഉള്ളത്. അതേസമയം താൻ സർക്കാരിനും ബോർഡിനും വിധേയനാണ്. യുവതി ദർശനം അനുവദിക്കരുത് എന്നാണ് ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിലും വാദിച്ചിരിക്കുന്നത്. യുവതി പ്രവേശം അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധിയെ ചരിത്രവിധി എന്ന് വിശേഷിപ്പിച്ചവരാണ് വിധിക്കെതിരായി ആളുകൾ കൂടുന്നതുകണ്ട് അതിന്റെ മുന്നിൽ കയറി നിന്ന് ക്രെഡിറ്റ് എടുക്കുന്നതെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. ദേവസ്വം ബോർഡ് രാഷ്ട്രീയം കളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. തീർത്ഥാടനം അട്ടിമറിക്കാനുള്ള പല ശ്രമങ്ങൾ ഉണ്ടായിട്ടും അതെല്ലാം പോലീസ് നന്നായി കൈകാര്യം ചെയ്തു. ബേസ് ക്യാമ്പായ നിലയ്ക്കലിൽ കുടിവെള്ള പദ്ധതിയും മലിനജല സംസ്കരണ പ്ലാന്റും ഉൾപ്പെടെയുള്ള കൂടുതൽ സൗകര്യങ്ങൾ അടുത്ത തീർത്ഥാടന കാലത്തിന് മുൻപ് തന്നെ ഒരുക്കുന്നതാണെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചിരിക്കുകയാണ്. അതേസമയം ശബരിമലയിൽ ഹൈക്കോടതി നിയോഗിച്ച നിരീക്ഷണ സമിതി വേണ്ടവിധം പ്രവർത്തിക്കുന്നില്ല എന്ന ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ വിമർശനം തള്ളി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ പ്രതികരിച്ചു. സമിതിയിൽ നിന്ന് നല്ല നിലയ്ക്കുള്ള സഹായമാണ് ബോർഡിന് ലഭിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മന്ത്രിയുടെ അഭിപ്രായത്തെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കണം. ബോർഡിന്റെ അഭിപ്രായം ഇതാണ് എന്നാണ് പത്മകുമാർ പറഞ്ഞത്. അയ്യപ്പ ജ്യോതിയും വനിതാ മതിലും ശബരിമലയെ സഹായിക്കും. ഇതുവരെ ശരണം വിളിക്കാത്തവരും ശരണം വിളിച്ചു തുടങ്ങി എന്നതാണ് നല്ല കാര്യം എന്നും അദ്ദേഹം പ്രതികരിച്ചു. എന്തായാലും വരുമാനത്തിൽ വലിയൊരു വർധനവ് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നതാണ്. എന്നാൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വരുമാനത്തിൽ വലിയ ഇടിവ് സംഭവിച്ചതായാണ് ഇപ്പോൾ കണക്കുകൾ വ്യക്തമാക്കുന്നത്.